ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നൊരു വാർത്ത പ്രത്യേകിച്ച് നമ്മൾ പറയണം. ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ഉടനടി CPM പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്കും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിഷ്ണു സുരേഷ് ഈ പ്രതിഷേധത്തിൻ്റെ വാർത്തയുമായി നമുക്കൊപ്പം അമ്പലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഏരിയ കമ്മിറ്റികളോട് ചെയ്യാൻ ഈ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ സുധാകരൻ ചില രഹസ്യങ്ങളൊക്കെ പുറത്തുവിട്ടാൽ അത് പാർട്ടിക്ക് ഗുരുതരമായ പ്രശ്നങ്ങളാകും എന്നുള്ളത് കൊണ്ട് ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കിനാണോ CPM ആലപ്പുഴയിൽ ശ്രമിക്കുന്നത്? ജി സുധാകരനെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനം. അതിൽ പ്രകാരമാണ് ഏരിയ കമ്മിറ്റികൾക്ക് ഇപ്പോൾ CPIM ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏരിയ കമ്മിറ്റി ഓഫീസുകളിൽ ഏരിയ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിമാരും എത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. ജി സുധാകരന്റെ വാർത്താ സമ്മേളനം അത് ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ എല്ലാവരോടും ഇന്ന് രാവിലെ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസുകളിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. 82-ലാണ് ജി സുധാകരൻ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്, കുട്ടനാട്. അതിനുശേഷം അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നു. പിന്നീട് ആലപ്പുഴ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായി എത്തുന്നു. ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആകുന്നു. 99-ൽ കായംകുളത്ത് മത്സരിച്ച് വിജയിക്കുന്നു. 2001-ൽ പരാജയപ്പെടുന്നു. അതിനുശേഷം അമ്പലപ്പുഴയിലേക്ക് 2006-ൽ എത്തുന്നു. പിന്നീട് അങ്ങോട്ട് അമ്പലപ്പുഴയുടെ നേതാവായി അല്ലെങ്കിൽ ആലപ്പുഴയിൽ CPM രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്കായി 2020 വരെ നിന്ന ജി സുധാകരനാണ് ഇപ്പോൾ CPM-നോട് അകൽച്ച പാലിക്കുന്നത്. അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്തകൾ. ആ ഒരു പശ്ചാത്തലത്തിൽ അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, ഒരുപക്ഷെ കായംകുളത്തും കുട്ടനാട്ടിലും ആലപ്പുഴയിലുമൊക്കെ ആ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള, ചെറിയ തോതിലെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത CPM വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ തന്നെ അതിനെ പ്രതിരോധിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കാൻ പാർട്ടി കേഡർമാർക്ക് ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജി സുധാകരന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു നടപടികളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോകുക, ജില്ലാ നേതൃത്വം പോകുക. വലിയ എന്തായാലും ഒരു തരത്തിലും ഇനി അനുനയത്തിനുള്ള സാധ്യതയില്ല. ഇന്നലെ രാത്രി വരെ അനുനയത്തിന്റെ അവസാന നീക്കവും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പാർട്ടി നേതാക്കൾ നേരിട്ട് ജി സുധാകരനെ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പാർട്ടി നേതാക്കളോട് പറഞ്ഞത് താൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തും, പക്ഷേ പാർട്ടിക്കെതിരെ കാര്യമായി പ്രതികരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ച ആളുകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ വാർത്താ സമ്മേളനത്തെ വീക്ഷിക്കാൻ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെയും അതോടൊപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം. വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും എല്ലാവരോടും പൂർണ്ണ സജ്ജമായി ജില്ലയിൽ ഉടനീളമുള്ള ഏരിയ കമ്മിറ്റികൾക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പൂർണ്ണ സജ്ജമായിരിക്കുക. ഏത് സാഹചര്യം, അതായത് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പ്രതിഷേധ നടപടികൾ അല്ലെങ്കിൽ എന്താണോ ആ നടപടികൾ സ്വീകരിക്കേണ്ടത് അക്കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് അറിയിക്കും. അതുമായി ബന്ധപ്പെട്ട് ഉടനടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏരിയ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.